സാക്ഷിത്വം വരിച്ച വിശുദ്ധ ഗീവർഗീസിനെ നമുക്ക് മാതൃകയാക്കാം. തൻ്റെ പ്രവൃത്തിയിലൂടെ അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് നയിച്ച വിശുദ്ധ ഗീവർഗീസിനെ പോലെ നിർമ്മലമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. ഇന്നത്തെ തിരുനാൾ നേർച്ചയായി സമർപ്പിച്ച സജൻ പെരേര കുടുംബത്തെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ വചനബോധനം, ലിറ്റിൽ വേ, KCYM എന്നിവയിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കാം. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ജിജോ, ജോസഫ് ഫ്രാൻസിസ്, സിംസൺ, അനാമിക എന്നിവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷിബു, ഷീജ ദമ്പതികളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. പാവന സ്മരണ ആചരിക്കുന്ന എഡ്വിൻ ഫെർണാണ്ടസ്, ജാൻസി ഫെർണാണ്ടസ്, സെബാസ്റ്റ്യൻ പെരേര, പൗളിൻ ഗോമസ്, സെൽവരാജ്, വിജയകുമാരി എന്നിവരെയും പ്രത്യേകിച്ച് ഇന്നലെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ ഇടവക അംഗമായ ദാസൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ബലിവേദിയിൽ നമുക്കണയാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. കുഞ്ഞാടിൻ ബലിയിൽ അണയാൻ പറ്റാതരവാ തിരുനിണമൊഴുകും കാൽവരി കേറാം സ്നേഹിതരായി തീരാം. ദൈവദൂതനെ നിറയ്ക്കുന്നു, ദീപനാളം എഴി തുറക്കുന്നു. ഞാനാകും മെഴുതിരിയൊരുകിയാലേ ദൈവത്തിനു തിരുഹിതം തെളിയൂ. ഞാനാകും മെഴുതിരിയൊരുകിയാലേ ദൈവത്തിനു തിരുഹിതം തെളിയൂ. കുഞ്ഞാടിൻ ബലിയിൽ അണയാൻ പറ്റാതരവാ ദൈവദൂതരണി നിറയ്ക്കുന്നു, ദീപനാളം എഴി തുറക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളുടെ കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു തിരുനാൾ കൂടി ആഘോഷപൂർവം കടന്നു പോവുകയാണ്.
വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഈ ഇടവക പള്ളിയിൽ ഒത്തുകൂടി പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷങ്ങളിലും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതം കൂടുതൽ ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഓരോ ബലിയർപ്പണവും നമ്മെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. തിരുനാൾ ദിനങ്ങൾ നമ്മെ ഒരു പടി കൂടി ആത്മീയതയിൽ ശക്തിപ്പെടുവാൻ, ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട് നമ്മെ വിളിക്കുന്നുണ്ട്. ഈ 7 ദിവസത്തെ തിരുനാൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പടി കൂടി ഉയർത്തിയിട്ടുണ്ട്. അടുത്ത തിരുനാൾ കാലഘട്ടം വരെയും മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഊർജം, ആത്മീയ ശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകണം. കർത്താവിന് നന്ദി അർപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഞങ്ങൾ ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറഞ്ഞവരായിട്ട് ജീവിക്കുവാൻ, എന്നിൽ ആത്മാവ് ഉണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. ആലയങ്ങൾക്കനുസൃതമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എവിടെയായിരുന്നാലും, വീട്ടിലും ജോലിസ്ഥലത്തും പൊതുയിടങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ ജീവിക്കുവാൻ എന്നെ കൂടുതൽ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ബലി അർപ്പിക്കുമ്പോൾ കൂടുതൽ ഭക്തിയോടുകൂടി ഈ ബലിയിൽ പങ്കുചേരുവാൻ, ആഴമായ വിശ്വാസത്തോടു കൂടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പിഴകളെ നീ പൊറുക്കണമേ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് മായിച്ചു കളയണമേ. ഈ ആഴമായ ബോധ്യത്തോടുകൂടി, അവബോധത്തോടുകൂടി നമുക്ക് കർത്താവിൻ്റെ ഈ ബലിയിൽ ശുദ്ധമായ മനസ്സോടുകൂടി പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു.
സ്വലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സ്വരൂപേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സ്വരൂപേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകൻ യേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവോതൻ നിത്യമഹിമാവിൻ തേജസ്സേ, പാവനാത്മാവോതൻ ഐക്യത്തേ, വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാഥനൻ, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിന്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങയുടെ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവിക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് വീഴുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും
ഗലീലയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയാക്കാരും എലാമിയാക്കാരും മെസ്സപ്പൊട്ടോമിയൻ നിവാസികളും യൂദായിലും കപ്പദോക്യായിലും പോന്തേസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും കിരേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പുഴിയിലേക്ക് മടങ്ങുന്നു. അത് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകയാൽ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളുക. വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അവയിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുക. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ഇടവക വികാരി അജീഷ് ക്രിസ്തുദാസച്ചൻ, സ്നേഹം ബഹുമാനമുള്ള ജസ്റ്റിൻ ഡൊമിനിക് അച്ച, എത്രയും സ്നേഹ ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഇടവക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഇടവക തിരുനാളിൻ്റെ സമാപന ദിവസത്തിൽ ആയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ, നമ്മൾ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ സമർപ്പിക്കുകയായി. ഇന്ന് തിരുനാളിന്റെ അവസാന ദിവസം നമ്മൾ ഇവിടെ ഒന്നിച്ചായിരിക്കുമ്പോൾ ഇന്ന് തിരുസഭ ഏറെ പ്രത്യേകമായി പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയും പെന്തക്കോസ്ത തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് ആദ്യമേ ഉള്ളത്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഒരു ഇടവക സമൂഹം രൂപപ്പെടുക, ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം ശക്തമായി എപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിൽക്കുക, ഈ പ്രാർത്ഥനയാകണം ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ടെക്സാസിലുള്ള ഒരു പത്രത്തിൽ ഒരു വാർത്ത കുറെ കാലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത് ഇങ്ങനെ വായിക്കുകയാണ്. ഒരു തത്തയെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. ചിപ്പി എന്ന പേരുള്ള ഒരു തത്ത. ആ തത്തയെ വളർത്തുന്ന സ്ത്രീ ഒരു ദിവസം അതിൻ്റെ കൂട് നന്നാക്കുവാൻ, പ്രത്യേകിച്ച് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അതിൻ്റെ കൂട് ശുചീകരിക്കുവാൻ തുടങ്ങി. അവർ തത്ത മുകൾ തട്ടിലിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഇത് ഉപയോഗിച്ച്, വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അത് സക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേസ്റ്റ്. പക്ഷെ അതിൻ്റെ മുന്നിൽ വെക്കേണ്ട മറ്റ് അക്സസറികളൊന്നുമില്ലാതെ ഡയറക്റ്റായി അതിനെ വേസ്റ്റ് സക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഈ വനിതയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഈ ഫോൺ കോൾ വരുന്ന സമയം അവർ നേരെ ഈ കൂട്ടിൽ നിന്നും തല മാറ്റി, നമ്മൾക്ക് സാധാരണ ചെയ്യുമ്പോൾ തിരിഞ്ഞ് ഫോൺ എടുത്തു. ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തത്തയുടെ ശക്തമായ വിളിയും വെപ്രാളവും ഒക്കെയാണ്, ചിറകെട്ടടിയും ഒക്കെ അവർ കേട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സക്കിംഗ് മെഷീനിനുള്ളിലൂടെ തത്ത അകത്തുപോയി. അപ്പോൾ വളരെ പേടിച്ച് അവർ അസ്വസ്ഥതപ്പെട്ടുകൊണ്ട് അവർ തൻ്റെ കയ്യിലിരുന്ന ഫോണൊക്കെ മാറ്റിവെച്ച് ഈ മെഷീൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം അത് വലിച്ചു തുറന്നു നോക്കുമ്പോൾ തത്ത ചത്തിട്ടില്ല, ജീവനുണ്ട്. പക്ഷേ എല്ലാ പൊടിപടലങ്ങളും നിറഞ്ഞ് തത്ത ആകെ വൃത്തികേടായി അനക്കമില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സ്ത്രീ ഉടനെ തന്നെ ഈ തത്തയെ വലിച്ചെടുത്തു. നോക്കുമ്പോൾ നിറയെ പൊടിയാണ്.
അപ്പൊ ഉടനെ അവർ ചിന്തിച്ചത് ആ ബാത്റൂമിലേക്ക് അവർ അതിനെയും കൊണ്ട് ഓടി. അവിടെ ചെല്ലുമ്പോൾ ആ ക്ലോസറ്റ്, നമ്മുടെ ഫൗസറ്റ് ഇരിക്കുകയാണ് ക്ലോസറ്റിൽ, അതിനെ എടുത്ത് നേരെ തത്തയുടെ പുറത്ത് വെച്ച് വെള്ളമടിച്ച് അതിനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ക്ലീൻ ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴാണ് അവർ നോക്കുന്നത് ഹെയർ ഡ്രയർ ജനാൽ അവിടെ ഇരിക്കുകയാണ്. അവരുടനെ ആ ഹെയർ ഡ്രയർ എടുത്ത് ആ തത്തയുടെ പുറത്ത് വെച്ച് അത് പിടിച്ച് അതിന്റെ വെള്ളമൊക്കെ മാറ്റാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് തത്തയെ കൊണ്ട് വീണ്ടും കൂട്ടിലിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രക്കാരൻ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഈ തത്ത എന്തു ചെയ്യുന്നു എന്നറിയാൻ അവരോട് ചോദിച്ചു, തത്ത ഇപ്പോഴും പാടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മാനത്ത് നോക്കി ഇങ്ങനെ മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ്. ആ തത്തയുടെ ജീവിതത്തിൽ ആദ്യം കിട്ടിയത് ഈ മെഷീനുള്ളിലേക്ക് പോയി, വീണ്ടും അതിൽ നിന്നും വീണ്ടും അസ്വസ്ഥത, തണുത്ത വെള്ളം അതിന്റെ ദേഹത്ത് വീണു, വീണ്ടും അടുത്ത അസ്വസ്ഥത, ആ ഹെയർ ഡ്രയറിൽ നിന്നുള്ള ചൂട് അതിന്റെ ശരീരത്തേക്ക് അടിച്ചു. പാടിക്കൊണ്ടിരുന്ന തത്ത പേടിച്ചരണ്ട് നിശബ്ദമായി മാറി. സ്നേഹമുള്ളവരെ, ഏകദേശം ഇതേ ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 12 പേരുടെ ജീവിതത്തിലും ഏകദേശം ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ പീഡാസഹനവും അവന്റെ കുരിശ് യാത്രയും അവന്റെ കുരിശ് മരണവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ഏകദേശം പേടിച്ചരണ്ട് ഈ തത്തയുടെ ഒരു അനുഭവത്തിൽ അവരോരോരുത്തരും മാറി നിൽക്കുകയായിരുന്നു. അവരവിടെ നിന്ന് പതുക്കെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഇപ്പൊ സഭ അടിസ്ഥാനപരമായി പ്രേക്ഷിതയാണ്. സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ ചാലക ശക്തി പരിശുദ്ധാത്മാവാണ്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യത്യസ്തതകളെ ഒന്നിച്ച് ഒരു ഐക്യം രൂപീകരിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ വചനഭാഗം പൗലോസ്ലീഹ ഇവിടെ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ ഈ 12-ാമത്തെ അധ്യായത്തിന് ഒരു പശ്ചാത്തലം. ഈ 12-ാം അധ്യായത്തിന്റെ പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കുക. അത് വായിച്ച് നമ്മൾ ധ്യാനിച്ച് വചനത്തിന്റെ കമന്ററികളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ 12-ാം അധ്യായം എന്നത് ആ കൊറിന്ത്യ സഭയിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി അദ്ദേഹം എഴുതുന്ന കത്തായി നമുക്ക് ഈ ഭാഗത്തെ കാണുവാൻ കഴിയുമെന്ന്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നം എന്താ? എന്ത് പ്രശ്നത്തിനുള്ള മറുപടിയാണ് പൗലോസ്ലീഹ കൊടുക്കുന്നത്? അപ്പൊ അവിടുത്തെ പ്രശ്നം വേറൊന്നുമല്ല, ഭാഷണവരത്തെക്കുറിച്ചുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ ഓരോ വ്യക്തികളും പലതരത്തിലുള്ള കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും നേടിയവരായി. അപ്പോൾ ഈ വ്യക്തികളിൽ ചിലരൊക്കെ ഭാഷാവരത്തോടെ സംസാരിക്കുന്നതിനും പ്രവചിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തുടങ്ങുകയും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ചർച്ച നടന്നു, ഒരു സംഭാഷണം വളർന്നു. ഏറ്റവും കൂടുതൽ ആത്മീയത ഉള്ളത്, ഏറ്റവും അധികം ശക്തമായ ആത്മീയതയിൽ നിലനിൽക്കുന്നത് ഈ ഭാഷണവരത്തിൽ സംസാരിക്കുന്നവരാണ്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്നൊരു ചിന്ത ആ സമൂഹത്തിലുണ്ടായി. അപ്പോൾ അതിനെ തിരുത്തുന്നതിനും പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ദാനങ്ങളും വരങ്ങളും കൃപകളുമാണ് നൽകുന്നതെന്നും ആ വരങ്ങളും കൃപകളും വ്യത്യസ്തമാണെങ്കിലും പരിശുദ്ധാത്മാവ് ദൈവം ഒന്നാണെന്നും ആ ദൈവമാണ് ദാനങ്ങൾ നൽകുന്നതെന്ന ഐക്യത്തിന്റെ ഘടകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ ഈ വചനഭാഗം അവിടെ അവതരിപ്പിക്കുക. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിനെ കുറിച്ച് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വചനഭാഗം നമ്മൾ വായിച്ച് ഇന്ന് കേട്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനവുമായി ബന്ധപ്പെടുത്തി
ഈ ആത്മീയ ദാനങ്ങളുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമതായി, ദൈവാത്മാവിന്റെ ദാനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ദൈവാത്മാവിന്റെ ദാനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒരേ ആത്മാവിൽ നിന്നും പൊതു നന്മയ്ക്ക് വേണ്ടി ഓരോ വ്യത്യസ്തമായ ദാനങ്ങൾ ദൈവം ഓരോരുത്തർക്കും നൽകും. ഇതാണ് ഒന്നാമത്തെ. വ്യത്യസ്തമാണ് ദാനങ്ങൾ. ഈ ദാനങ്ങൾ നൽകുന്നത് പൊതു ദൗത്യത്തിന് വേണ്ടിയാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ പൊതു നന്മയ്ക്ക് വേണ്ടി വ്യത്യസ്ത ദാനങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടിയുണ്ട് എന്നതാണ്. ഇനി രണ്ടാമതായി നമ്മൾ കാണുന്നത് ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ് എന്നതാണ്. ഈ ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തും. നമ്മളൊക്കെ ക്രിസ്തുവിൽ ഒന്നാണ്. ഇവിടെ നമ്മൾ ക്രിസ്തുവിൽ ഒന്നാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയുണ്ട്. വ്യത്യസ്തരായ ദാനങ്ങളുള്ളവർ, പല തരത്തിലുള്ള വ്യക്തികൾ, അവർ ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നായിരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ വചനഭാഗം നമുക്ക് നൽകുകയും, വീണ്ടും മൂന്നാമതായി, സ്നേഹത്തോടെ ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച ആത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഐക്യം ഉണ്ടാകുക. അപ്പോൾ എങ്ങനെ ഐക്യമുണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് വ്യത്യസ്ത ദാനങ്ങളുണ്ട്. ഈ വ്യത്യസ്ത ദാനങ്ങൾ നമ്മൾ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ അത് ഐക്യത്തിന്റെ ഭാഗമായി തീരും എന്ന് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ ഐക്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെ ലഭിക്കുന്ന ഈ ഐക്യം, അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രതിപാദനം കടന്നുപോകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ആർക്കും കിട്ടിയിട്ടില്ലല്ലേ? കിട്ടിയിട്ടില്ലേ? പരിശുദ്ധാത്മാവിന്റെ ദാനം എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ജ്ഞാനസ്നാനത്തിലൂടെ. ഇപ്പൊ ജ്ഞാനസ്നാനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ മകൻ, മകളായി മാറുന്നു, സ്വർഗത്തിന്റെ അവകാശികളായി തീരുക. അപ്പൊ ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ ആരംഭം തുടങ്ങുന്നത്. ഇനി അത് വളർത്തപ്പെടുന്നത് എപ്പോഴാണ്? അത് വളരുന്നത്, ഇവിടെ ആരോ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വളരുന്നത് എപ്പോഴാണ്? എല്ലാവരും കാഴ്ചക്കാരായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഉറക്കെ പറഞ്ഞു. ആരോ പറഞ്ഞു സ്ഥൈര്യലേപനത്തിലൂടെ. ഇപ്പൊ സ്ഥൈര്യലേപനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നീ ദൈവത്തിന്റെ ആലയമാണ്. നീ ദൈവത്തിന്റെ ആലയമാണ്. അതോടൊപ്പം തന്നെ നീ വിശ്വാസത്തിന്റെ പോരാളിയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ പരിശുദ്ധാത്മാവ് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുക. അപ്പോൾ ഈ ദാനം സ്വീകരിച്ചിരിക്കുന്ന, ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്ന ഈ ദാനം ഐക്യത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം ഈ വചന ചിന്തയിൽ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഒന്നാമതായി നമ്മൾ പറഞ്ഞു, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആദ്യം. ഇപ്പൊ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രത്യേകിച്ച് VFFന്റെ സമയത്ത് നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു? VFF നടന്നില്ലേ? നിങ്ങൾ പങ്കെടുത്തില്ലേ? പങ്കെടുത്തോ ഇല്ലയോ? അച്ഛാ, പ്രസംഗം കഴിഞ്ഞ് മിണ്ടാ പോണ ചോദ്യമൊന്നും ചോദിക്കരുതെന്നാണ് അല്ലേ? VFFൽ പങ്കെടുത്തോ ഇല്ലയോ? പങ്കെടുത്തോ? എന്ത് വിഷയമാണ് നമ്മൾ പഠിച്ചത്? അപ്പൊ ഇവിടെ നമ്മൾ രൂപതയുടെ എടുത്തില്ല, അതുകൊണ്ട് മനസ്സിലാകും. നമ്മൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 4 പ്രമാണരേഖകളെ കുറിച്ചാണ് നമ്മൾ ഈ വർഷം കുഞ്ഞ് തീർത്ഥാടകർ എന്ന പ്രത്യാശയുടെ കുഞ്ഞു തീർത്ഥാടകർ എന്ന പേരിൽ നമ്മൾ ചെയ്തത്.
അപ്പൊ ഇവിടെ രണ്ടാം വത്തിക്കാൻ സുനഹദോസില് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ചുന്ന ഡിക്രിയിൽ, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിക്കുന്ന ഡിക്രിയിൽ, പ്രത്യേകം അതിനെ ആദ്യജന്തസ് എന്ന് നമ്മൾ ലാറ്റിൻ ഭാഷയിൽ അതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഡിക്രിയിലെ രണ്ടാം ഖണ്ഡിക അവിടെ പറയുന്നത് തീർത്ഥാടകയായ സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. സഭ എന്താണ്? തീർത്ഥാടകയാണ്. സഭ എന്താണ്? എങ്ങോട്ടുള്ള തീർത്ഥാടനമാണ്? ഇവിടുന്ന് മസനഗുഡി വഴി ഊട്ടി പോകുന്നതാണ് തീർത്ഥാടനം. എങ്ങോട്ടുള്ള തീർത്ഥാടനമാണ്? ദൈവത്തിലേക്കുള്ള അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള, ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്ന സഭ അതിന്റെ സ്വഭാവത്തിൽ തന്നെ എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്? പ്രേക്ഷിതയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും പരമപ്രധാനമായ ദൗത്യം പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ദൗത്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്ന ദൗത്യമാണ് ജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങളും ഞാനും ഒക്കെ ആദ്യം സ്വീകരിച്ചിരിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വഭാവത്തിൽ തന്നെ അവൾ പ്രേക്ഷിതയാണ്. ഇപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ യേശുവിന്റെ പ്രേക്ഷിത ശിഷ്യന്മാരായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഓരോരുത്തരും പ്രേക്ഷിതരാകാൻ അഭിഷേകം സ്വീകരിക്കുക. ഇപ്പൊ ലോകത്തെ സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യമാണ് ഓരോ വ്യക്തിയുടെയും ദൗത്യം. ഇപ്പൊ നമ്മുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ ആ ദൗത്യം എന്ന് പറയുന്നത് ലോകത്തെ സുവിശേഷവൽക്കരിക്കുക. യേശുവിന്റെ സഭയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലിയോ പാപ്പ പൊന്തിഫിക്കൽ മിഷണറി സൊസൈറ്റിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പാപ്പയുടെ പേരെന്താണ്? ലിയോ 14. ലയോ 14 പാപ്പ അദ്ദേഹം നമ്മുടെ മിഷണറി സൊസൈറ്റികളുടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതിങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, യുദ്ധത്താൽ മുറിവേറ്റ, അക്രമത്തിന്റെ മുറിവേറ്റ, അതോടൊപ്പം തന്നെ അതിജീവിതത്തിന്റെ ഇടയിൽ മുറിവേൽക്കപ്പെട്ട നമ്മുടെ ലോകത്തിന് ദൈവസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്ന സുവിശേഷം കേൾക്കേണ്ട ലോകം യേശുവിന്റെ സുവിശേഷം കേൾക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത്. അപ്പൊ മുറിവേറ്റ ലോകം, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകം, പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ ലോകം, രോഗങ്ങളുടെ പീഡകൾ അനുഭവിക്കുന്ന നമ്മുടെ ലോകം, ആ ലോകം സുവിശേഷത്തിന്റെ സന്ദേശം കേൾക്കേണ്ടതായുണ്ട് എന്നാണ് പാപ്പ പറയുന്നത്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മുടെ ദൗത്യം ഇതാണ് എന്നതാണ് ഒന്നാമതായി സഭയുടെ ദൗത്യത്തിലൂടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അപ്പോൾ ജ്ഞാനസ്നാനം നമ്മെ നയിക്കുന്നത് പ്രേക്ഷിതത്വത്തിലേക്കാണ്. രണ്ടാമതായി നമ്മൾ ഐക്യത്തിന്റെ കാതലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താണ് ഐക്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്? ഐക്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഐക്യത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി പങ്കുവച്ച ഒരു സംഭവമാണ്. അവരൊരു ഡച്ച് എഴുത്തുകാരിയാണ്. ആ ഡച്ച് എഴുത്തുകാരി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഒത്തിരി യഹൂദരെ നാസികളുടെ മനുഷ്യക്കുരുതിയിൽ നിന്നും രക്ഷിച്ച ഒരു വ്യക്തിയായി അവരെ കാണുകയും അവർ മനോഹരമായി ഇറങ്ങി വരണമേ, അങ്ങയുടെ ആത്മാവിന്റെ ചൈതന്യങ്ങൾ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഇതാകണം നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ ലോകത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾ ചിന്തിക്കുമ്പോൾ പല ഭിന്നതകളുണ്ട്.
പല മാത്സര്യ ബുദ്ധികളുണ്ട്. അതോടൊപ്പം തന്നെ ശത്രുതാ മനോഭാവം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. വീണ്ടും വൈരാഗ്യ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ജീവിതം നമ്മൾ നയിക്കാറുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അസൂയയോടെ ചിന്തിക്കാറുണ്ട്. അപരനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കാറുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അതോ എൻ്റെ മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവെ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയോടെയാണോ ഞാൻ നിലനിൽക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിശയങ്ങളുടെ ദൈവമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ പറയുകയാണ്. അതിശയങ്ങളുടെ ദൈവം. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ അതിശയങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ബൈബിളില് ഓരോ ഭാഗങ്ങളും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മെ അതിശയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ശക്തനോട് മത്സരിക്കാൻ ദൈവം ഒരു ദുർബലനെ മുന്നിൽ നിർത്തും. എന്തൊരു അതിശയത്തിന്റെ ദൈവമാണ് ഒന്ന് ചിന്തിച്ച്. ഉദാഹരണമായി ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ ഇടയ ബാലനായ ദാവീദിനെ ദൈവം കൊണ്ടു നിർത്തും. സാവൂളിനെ നേരിടുന്നതിന് വീണ്ടും ദാവീദിനെ ദൈവം കൊണ്ടുവരും. ഇങ്ങനെ ശക്തന്മാരായ പല രാജ്യങ്ങളെയും രാജാക്കന്മാരെയും പല വ്യക്തികളെയും നേരിടുന്നതിന് ദൈവം ദുർബലരായ പലരെയും ശക്തിപ്പെടുത്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ അതിശയങ്ങളുടെ ദൈവം എന്ന രീതിയിൽ നമ്മൾ പറയുക. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദുരിതങ്ങളുടെ കയത്തിൽ വീഴുമ്പോൾ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ നേരിയ വിടവിലൂടെ, നിനക്ക് നേരിയ തലത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ വിടവെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആ വിടവിലൂടെ ദൈവത്തിന്റെ പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് വന്നു നിറയും എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഐക്യത്തിലേക്ക് നമ്മെ നയിക്കുക. വീണ്ടും മൂന്നാമതായി നമ്മൾ ഈ ഐക്യം ഏക ശരീരമാകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ, ദൈവത്തിന്റെ ആത്മാവാൽ നിറയപ്പെട്ടവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏക ശരീരമാകുക. ഈ ഏക ശരീരമാകുക എന്നത് ദൈവത്തോട് ചേർന്ന് ഏക ശരീരമാകുക എന്നതാണ്. അപ്പൊ ഇവിടെ വ്യത്യസ്തതകളെ മാനിക്കുന്ന ഐക്യം, വ്യത്യസ്തതകളെ മാനിക്കുന്ന ഐക്യം ഉണ്ടാക്കുക എന്നതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഇടവക വ്യത്യസ്തമായ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ഒരു ഇടമാണ്. ലൂമൻ ജൻസ്യം രണ്ടാം വത്തിക്കാൻ സുനകദോസിലെ ജനതകളുടെ പ്രകാശം പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക സഭകളാണ്. ഈ ഗാർഹിക സഭകളായ നമ്മുടെ കുടുംബങ്ങൾ, ഓരോ കുടുംബവും വ്യത്യസ്തമാണ്. വ്യത്യസ്ത സംസ്കാര രീതികളുള്ളവരാണ്, വ്യത്യസ്ത ജീവിത നിലവാരമുള്ളവരാണ്, വ്യത്യസ്ത പഠന മേഖലകളുള്ളവരാണ്, വ്യത്യസ്ത ചിന്താധാരകളുള്ളവരാണ്, വ്യത്യസ്ത പ്രവർത്തന മേഖലകൾ ഉള്ളവരാണ്. അപ്പോൾ ഈ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു ഇടം നമ്മുടെ ഇടവകയാണ്. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ വ്യത്യസ്തതകളെ തള്ളിക്കളയുകയല്ല, മറിച്ച് ഈ വ്യത്യസ്തതകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഐക്യം, അതാണ് കർത്താവ് ഏക ശരീരം ആകുക എന്നതിലൂടെ ലക്ഷ്യം വെക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് വ്യത്യസ്തതകളെയും ഇഷ്ടപ്പെടാത്തവരെയും ഒതുക്കി മാറ്റി തള്ളിക്കളയുന്നതാണ് നമ്മുടെ പ്രവർത്തനം. അങ്ങനെ വ്യത്യസ്തതകളെ തള്ളിക്കളയുന്ന ഈ പ്രവർത്തനം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രവർത്തനമാണ്. ഒരുവനിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം അവൻ ഉണ്ടാകാനില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ
അതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനില്ല. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപയും ചൈതന്യവും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും ദൈവാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്നതായിരിക്കണം. ഈ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് സാവൂൾ രാജാവിന്റെ ജീവിതം വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. സാവൂൾ രാജാവ് അവന്റെ ജീവിതത്തിൽ തനിക്കിഷ്ടമുള്ളതുപോലെ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം സാവൂളിനെ തള്ളിക്കളയുന്നത്. ആ ഒരു സമയത്ത് വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്നാണ് പറയുക. വീണ്ടും ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്, അത് അവനൊഴികെ മറ്റുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ നിന്ന് വിട്ടുപോയത് സാവൂൾ അറിയുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയാൻ സാധിച്ചു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയും. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരെ സ്വീകരിക്കുവാനും ഒരുവന് കഴിയാതെ വരുമ്പോൾ, കുടുംബത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മാത്രമായി നിലനിൽക്കുമ്പോൾ, ഒന്നിച്ച് നിൽക്കേണ്ട കുടുംബം, ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി തുടങ്ങുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ദിവസം ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവം നമ്മോട് പറയുന്നത് ദൈവാത്മാവിന്റെ കൃപയും ദൈവാത്മാവിന്റെ അഭിഷേകവും ദൈവാത്മാവിന്റെ നിറവും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജ്വലിപ്പിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണം. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഐക്യം ഇല്ലാതായി മാറുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അത് നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ സംഭവിക്കുന്നത് ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയാണ്. ഈ ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ ഒരു ഭാഷയായിരുന്നു. ആ ജനം മുഴുവൻ സംസാരിച്ചിരുന്നത് ഒരു ഭാഷയായിരുന്നു. അവരെല്ലാവരും പരസ്പരം സംസാരിച്ചിരുന്നു. അവർക്ക് പരസ്പരം മനസ്സിലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ ഇഷ്ടിക കണ്ടെത്തുന്നു, കളിമണ്ണ് കണ്ടെത്തുന്നു. അതിലൂടെ അവർ ഒരു നഗരം പണിയുന്നു. അതിന് ഒരു പട്ടണം പണിതു. ആ പട്ടണം പണിതതിന് ശേഷം അവർ ഒരു തീരുമാനമെടുത്തു, ആകാശം വരെ ഉയരത്തിലുള്ള ഒരു ഗോപുരം പണിയണം. അങ്ങനെ ഒരു ഗോപുരം പണിയുവാൻ ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് അവർ അത് പണിഞ്ഞു തുടങ്ങി. അവസാനം ദൈവം അവരുടെ ഭാഷയെ ഭിന്നിപ്പിക്കുന്നു. അവരുടെ ഭാഷ ഭിന്നിച്ചു കഴിഞ്ഞ് അവർ പരസ്പരം ഐക്യമില്ലാതെ ഭിന്നിച്ചു പോകുന്നതാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്ന സംഭവം. അപ്പോൾ ഐക്യത്തിന്റെ കൂദാശയായ പെന്തക്കോസ്തായിലേക്ക് നമ്മൾ വരുമ്പോൾ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ നേടുന്ന ഐക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ പെന്തക്കോസ്താ തിരുനാളിൽ സംഭവിക്കുന്നത് അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ചതിന്റെ വ്യത്യസ്തമായ ഭിന്നതയിൽ നിന്നും ഐക്യം രൂപപ്പെടുന്നത് നമ്മൾ ഇന്ന് കാണുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം നമ്മൾ വായിച്ച 1-ാം വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു. അപ്പോസ്തല പ്രവർത്തനം 1-ാം വായന നമ്മൾ വായിച്ചപ്പോൾ അവിടെ പല രാജ്യങ്ങളുടെ പേരുകൾ നമ്മൾ എടുത്തു പറയുകയുണ്ടായി. ആ പല രാജ്യങ്ങളിലുള്ളവർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരായിരുന്നു, വ്യത്യസ്ത സംസ്കാരമുള്ളവരായിരുന്നു, വ്യത്യസ്ത ജീവിത രീതികളുള്ളവരായിരുന്നു. പക്ഷെ അവർ ഓരോരുത്തരും, പത്രോസ് അവരോട് സംസാരിച്ചത് തങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കി എന്നാണ് വചനം പറയുന്നത്.
അപ്പോൾ ഭാഷണവരം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി ഒരു ഐക്യത്തിന്റെ പുതിയ ഒരു ഘടകം ദൈവം രൂപീകരിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഐക്യം, ഏക ശരീരമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ദൈവത്താൽ ഏക ശരീരമാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയും അവിടുത്തെ ദാനങ്ങളും കൃപകളും വരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിൽ ഏക ശരീരമായി തീരും എന്നാണ് വചനം പറയുക. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ, ഇന്നത്തെ വായനകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരൊറ്റ ചോദ്യം നമ്മളൊന്ന് ആത്മശോധന ചെയ്യും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ ഏതാണ്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇങ്ങനെയാണ്: സ്നേഹത്തിന്റെ ഭാഷയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ മനുഷ്യനും സ്നേഹത്തിന്റെ ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് ഐക്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഒരു ശരീരമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മുടെ മുന്നിൽ കർത്താവ് അവതരിപ്പിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, ജ്ഞാനസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തിന് ആത്മാവിനോടൊപ്പം യാത്ര തുടങ്ങിയത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു. ആ പരിശുദ്ധാത്മാവ് ഇന്നും ജ്വലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ ദൈവവചനത്തിന്റെ വായനയിലൂടെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കേണ്ടിയിരിക്കും. ഇന്ന് ഈ തിരുനാളിന്റെ ഈ ദിവസം കർത്താവ് നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഇൻഡോളിംഗ് ഗോഡ്, എന്നിൽ വസിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയിലേക്ക് എന്നെ നയിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ദൗത്യം എന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ചാലക ശക്തി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദൗത്യത്തിന്റെ പൂർണ്ണത ഒരു ശരീരമാകുക എന്നതാണ്. ആ ഒരു ശരീരമായി തീരുന്നതിലൂടെ ഒരു പുതിയ സമൂഹം, കൂട്ടായ്മയുടെ സമൂഹം രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ വിളിയും നമ്മുടെ ദൗത്യവും എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്? നമ്മുടെ സംഭാഷണങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ആലോചനകൾ എങ്ങനെയാണ്? ദൈവാത്മാവിനെ നിരക്കാത്തതാണ് നമ്മുടെ ചിന്ത, ആലോചന, വാക്കുകളെങ്കിൽ തിരുത്തണം. അനുരഞ്ജന കൂദാശയിലൂടെ ദൈവത്തിന്റെ ചൈതന്യം ഉള്ളിൽ നിറയ്ക്കുവാനും ആ ചൈതന്യം കുടുംബത്തിൽ ജ്വലിക്കുവാനും ആ ജ്വലിക്കുന്ന ചൈതന്യം മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ ഇടവകയാകുന്ന ഈ കുടുംബം, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ ഈ കുടുംബം ശക്തമായ ദൈവത്തിന്റെ കൂട്ടായ്മയായി, ഏക ശരീരമായി നമ്മൾ മാറും എന്നതാണ്. അതിന് ഈ തിരുനാൾ ദിനം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ട വചന വിചിന്തനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായി ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് എന്തു ബന്ധമാണ് എനിക്കുള്ളത് എന്ന യാഥാർത്ഥ്യം ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വിധങ്ങളായിട്ടുള്ള യാചനകളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം.
സ്നേഹപിതാവേ, തിരുസഭയെ സത്യവിശ്വാസത്തിൽ നയിക്കുന്നതിനു വേണ്ടി നിയുക്തനായ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ വിൽസൺ സാമുൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവരെ പ്രാർത്ഥനാക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദധാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാതു സ്വീകരിക്കൂ. സ്നേഹദാത, ഞങ്ങളുടെ ഇടവക നയിക്കുന്ന സ്നേഹബഹുമാനമുള്ള അജീഷ് ക്രിസ്തു അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ അങ്ങ് കൃപാപൂർവം കടാക്ഷിക്കണമേ. അതോടൊപ്പം ഇന്നത്തെ തിരുകർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനായ റെവറൻസ് ഡോക്ടർ ജസ്റ്റിൻ ഡൊമിനിക് അച്ഛനെയും വചന സന്ദേശം നൽകുന്ന റെവറൻസ് ജോയി സാബു അച്ഛനെയും അങ്ങയുടെ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദധാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാതു സ്വീകരിക്കൂ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും രാഷ്ട്ര നേതാക്കളെയും അങ്ങേ കരുത്തിൽ സമർപ്പിക്കുന്നു. രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കുവാനും രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനത്തിൽ സഹവർത്തിക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേ. സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദധാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാതു സ്വീകരിക്കൂ. സ്വർഗീയ നല്ല ദൈവമേ, ഇന്നത്തെ തിരുനാൾ നേർച്ചയായി സമർപ്പിച്ച് സജൻ പെരേരയും കുടുംബാംഗങ്ങളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത KCV, വചനബോധനം, ലിറ്റിൽ വേ എന്നിവയിലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ജിജോ, ജോസഫ് ഫ്രാൻസിസ്, സിംസൺ, അനാമിക എന്നിവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷിബു, ഷിജ ദമ്പതികളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് കൃപാപൂർവം കടാക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദധാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാതു സ്വീകരിക്കൂ. സ്വർഗീയ നാഥ, അങ്ങയുടെ കാരുണ്യത്തിലേക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി പലവിധ കാരണങ്ങളാൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ വലയുന്ന കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ വർഷത്താൽ തിന്മയുടെ എല്ലാ ശക്തികളെയും തുടച്ചു മാറ്റി നസ്രത്തിലെ കുടുംബത്തിൻ്റെ മാധുര്യം എല്ലാ കുടുംബങ്ങളിലും പകരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദധാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരുകൾ കനിവാതു സ്വീകരിക്കൂ. ദിവ്യനാഥ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളും പെന്തക്കോസ്ത തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും യുവതീ-യുവാക്കളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഈ ലോകമോഹങ്ങളിൽ ഇടറി വീഴാതെ അവിടുത്തെ പിൻചൊല്ലുവാനുള്ള കൃപാവരം അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ,
നിൻ പദതാരിൽ അനുതാപമോടണയ്ക്കും പ്രാർത്ഥനാമലരും കനിവാർന്നു സ്വീകരിക്കൂ. കാരുണ്യവനായ സ്വർഗീയ നല്ല പിതാവേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു പോയ സകല തെറ്റുകളും പുറത്ത് അങ്ങേ കൃപയാൽ ഇവർക്ക് മോക്ഷവാസം നൽകണമേ. ഈ ആഴ്ചയിൽ പാവനസ്മരണ ആചരിക്കുന്ന എലിസബത്ത് ഫെർണാണ്ടസിനെയും അതോടൊപ്പം പാവനസ്മരണ ആചരിക്കുന്ന എഡ്വിൻ ഫെർണാണ്ടസ്, ജാൻസി ഫെർണാണ്ടസ്, സെബാസ്റ്റ്യൻ പെരേര, പൗളിൻ ഗോമസ്, സെൽവരാജ്, വിജയകുമാരി എന്നിവരെയും ഏറെ പ്രത്യേകിച്ച് ഇന്നലെ നമ്മെ വിട്ടുപോയ നമ്മുടെ ഇടവക അംഗം ദാസിൻ്റെ ആത്മാവിനും നിത്യവിശ്രാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമപിതാവേ, നിൻ പദതാരിൽ അനുതാപമോടണയ്ക്കും അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹം, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാകണേ, ആരാധ്യമാകും തിരുസന്നിധി. ആശീർവദിച്ചെന്നെ അർച്ചനയാകണേ, ആരാധ്യമാകും തിരുസന്നിധി. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. താലത്തിൽ ഉയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായി കാമിൻ സർവ്വവും. കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമാക്കിക്കൂ ഈ ജീവിതം. അൾത്താരയിൽ ബലിയോഗ്യമാകാം. അപരനോടാദ്യം രമ്യമായി തീരണം. അൾത്താരയിൽ ബലിയോഗ്യമാകാം. അനുരഞ്ജനത്തിൻ പാതയിൽ നീങ്ങാൻ അനശ്വരദൈവം സ്വീകാര്യമാക്കിയിടും. ആർദ്രതയോടെ ചേർന്നണച്ചിടും. താലത്തിൽ ഉയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായി കാമിൻ സർവ്വവും. കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമാക്കിക്കൂ ഈ ജീവിതം. അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യുവാനും
അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതന്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദൈവിക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവർണ്ണങ്ങളും അവിരാമം അങ്ങേ സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ഈ ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും സഹമെത്രാനായ സെൽവരാജനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് നീ കാത്തിടണം. തിന്മയിൽ നിന്ന് നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ജ്ഞാനം ഒന്നാകും നേരം കാരുണ്യം കടലാ നാഥൻ സ്വന്തമാ എന്റേതാകുന്നു, സ്വർഗത്തിൻ സ്വരമേ സ്വത്തായി മാറുന്നു. നെഞ്ചോടു ചേർത്തന്നെ ഈശോ ആ ചങ്കിലെ ചൂടേകി എന്നിൽ
ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാ നാവിലലിയുന്നു. ഹൃത്തിനുള്ളിൽ അലിയും നീ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോൾ ആത്മം നിറയുന്നു. രണ്ടുപേരെയും ഞാൻ ക്ഷണിച്ചു. ഇത്രയും ദൂരമായതുകൊണ്ട് വരാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ തന്നെ രണ്ട് വൈദികരും വളരെ തിരക്ക് പിടിച്ച വൈദികരാണ്. രൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷാ സമിതികൾ കൈകാര്യം ചെയ്യുന്ന വൈദികരാണ്. എന്നാൽ തന്നെയും ഞാൻ അറിയിച്ചപ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്നേഹബഹുമാനമുള്ള ജസ്റ്റിൻ അച്ഛൻ വരാമെന്ന് ഏൽക്കുകയും ദിവ്യബലി അർപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ സെമിനാരിയിൽ വെച്ച് തന്നെ വളരെ സൗഹൃദമുള്ള വൈദികരാണ് രണ്ട് വൈദികരും. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി ക്ലാസ് എടുക്കുന്ന വൈദികരാണ് ഈ രണ്ട് വൈദികരും. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ പോലെ എല്ലാ കാര്യങ്ങളും സെമിനാരിലായിരുന്നപ്പോഴുള്ള ആ ജീവിത പ്രക്രിയയിൽ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ചെയ്യുകയും ഞങ്ങൾ സമന്വയ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ പല ഇടവകളിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാപ്റ്റന്മാരായിട്ട് നിൽക്കുന്ന രണ്ട് വൈദികരാണ് സ്നേഹബഹുമാനമുള്ള ജസ്റ്റിൻ അച്ഛനും ജോയി സാബു അച്ഛനും. രൂപതയിലെ വളരെയധികം പ്രധാനപ്പെട്ട പരിപാടികൾ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. ഏറെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് വചനപ്രഘോഷണം നടത്തിയ സ്നേഹബഹുമാനമുള്ള ജോയി സാബു അച്ഛൻ രൂപത അജപാലന ശുശ്രൂഷ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ കട്ടയ്ക്കോട് ഇടവക വികാരിയും കട്ടയ്ക്കോട് ഫെറോന വികാരിയുമായിട്ടൊക്കെ അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ വന്നപ്പോൾ അച്ഛനെയാണ് നേരിട്ട് കോൺടാക്റ്റ് ചെയ്തത്. അച്ഛൻ തന്നെയാണ് ചില പേപ്പറുകൾ എടുക്കുകയും വെരിഫൈ ചെയ്യുകയും ഉടനെ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നൽകുകയും അത്രമാത്രം ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വൈദികൻ. ഇന്ന് വചനം പ്രഘോഷിച്ചു. വിഷയത്തിനെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുക എന്നതാണ് ആ ഇന്നത്തെ 1 മണിക്കൂറോളം അച്ഛൻ വചനം പ്രഘോഷിച്ചതിൻ്റെ കാതലായ ഒരു സന്ദേശം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതല്ലെങ്കിൽ ബാബിലോൺ നഗരത്തിന് സംഭവിച്ചത് തന്നെ സംഭവിക്കും. അവർക്ക് ഒരു ഭാഷയായിരുന്നു. അവർക്ക് അഹങ്കാരമുണ്ടായപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയി. സാവൂളിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയപ്പോൾ ബാബിലോൺ അവിടെ എന്ത് സംഭവിച്ചത് എല്ലാം ചിതറിക്കപ്പെട്ടു. കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്താവിനോട് പറയുന്നതും ഭർത്താവ് ഭാര്യയോട് പറയുന്നതുമായി ആ സംസാരങ്ങളൊക്കെ അവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലും ശക്തിയിലും ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും. അഹങ്കാരം കാണിക്കുമ്പോൾ, ദൈവത്തിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുമ്പോൾ ദൈവം ആ ഭാഷകളെ ചിതറിപ്പിക്കും. അമ്മ മക്കളോട് പറയുന്നത് മനസ്സിലാകില്ല, മക്കൾ മാതാപിതാക്കളോട് പറയുന്നത് മനസ്സിലാകില്ല. ഇങ്ങനെ പരസ്പരം ഭിന്നതയുണ്ടാകുന്ന, ഇടർച്ചയുണ്ടാകുന്ന ഇടങ്ങളായിട്ടൊക്കെ ജീവിതങ്ങളൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരിക, എന്നിൽ വസിക്കുക, എൻ്റെ കുടുംബത്തിൽ വസിക്കുക. നിരന്തരമായ ഒരു പ്രാർത്ഥനാ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സ്നേഹബഹുമാനമുള്ള ജോയി സാബു അച്ഛൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഏറെ പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായി ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ യാചിച്ച സ്നേഹബഹുമാനമുള്ള ജസ്റ്റിൻ അച്ഛൻ, അതേപോലെ മീഡിയ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിനെ ആസ്പദമാക്കി റൂമിൽ പോയി
ഡോക്ടറേറ്റ് എടുത്തിട്ട് വന്ന് നമ്മുടെ രൂപതയിൽ വർക്ക് ചെയ്യുന്നു. അവരെ പ്രത്യേകിച്ച് 2 വൈദികർക്കും, ജസ്റ്റിൻ അച്ഛനും ജോയ് സാബൂച്ചനും ഈ ഇടവകയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും വചനപ്രഘോഷണം നൽകിയ 2 വൈദികരെയും സ്നേഹത്തോടു കൂടി പാലോട് ഇടവകയുടെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദി സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു. ഇന്നത്തെ ദിവ്യബലി നേതൃത്വം ലിറ്റിൽ വേ മതബോധനം കെസിവയും അങ്ങളാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുനാൾ നേർച്ചയായി സമർപ്പിച്ചത് സജൻ പെരേര കുടുംബം. ആ കുടുംബത്തിന് നിയോഗങ്ങൾക്കും പ്രാർത്ഥനകളും ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ അവരുടെ നിയോഗങ്ങൾ ദൈവം സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന് എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും നന്ദിയും സ്നേഹത്തോടുകൂടെ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 7 ദിവസം അഭിവന്ധ്യ പിതാവ് വന്നതും കൂട്ടുമ്പോൾ 8 ദിവസങ്ങൾ വളരെ സന്തോഷകരമായിട്ട് പോയ ദിവസങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയും നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴയെല്ലാം മാറി ഈ ഒരാഴ്ചയും വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് ചൊരിഞ്ഞ ദിനങ്ങളായിരുന്നു ഈ 8 ദിവസവും. കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. ഞായറാഴ്ച മുതൽ അഭിവന്ധ്യ പിതാവ് വന്നതിന് ശേഷം മഴയില്ല. ഈ തിരുനാൾ നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചു. ഏറെ പ്രത്യേകിച്ച് ഈ 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പാലോട് ഇടവകയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടു കൂടി നന്ദിയോട് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയും കൂട്ടായ്മയോടുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമ്മളുടെ ഈ തിരുനാൾ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് സാധിച്ചത്. തിരുനാൾ നടത്തണമോ വേണ്ടയോ എന്ന ആശങ്കയിൽ നിന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ വേണ്ട, മാറ്റിവെക്കാമെന്നൊക്കെ തീരുമാനമെടുത്തിരുന്നപ്പോൾ തന്നെ അഭിവന്ധ്യ പിതാവ് സ്ഥൈര്യലേപനത്തിന് വരുന്നുവെന്നറിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് വേണ്ടി തിരുനാൾ വയ്ക്കാമെന്ന് ആലോചിക്കുകയും എന്നാൽ അഭിവന്ധ്യ പിതാവിൻ്റെ ആ ദിവസം മാറ്റിവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു തീരുമാനപ്രകാരമാണ് ഒരു 7 ദിവസത്തേക്കുള്ള പിതാവായ ദൈവം ഒരു പക്ഷേ അതായിരിക്കും പുണ്യവാളനിലൂടെ നമുക്ക് നൽകിയ സന്ദേശം. ഒരാഴ്ചത്തെ ഒരു തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് 7ഓളം വൈദികർ വന്ന് പ്രസംഗിച്ചു, ദിവ്യബലി അർപ്പിച്ചു, നമ്മളെയൊക്കെ ദൈവവചനത്താലൊക്കെ ഒരുക്കുകയും ചെയ്തത്. ഏറെ പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മയുടെ ഫലമാണ് നമ്മുടെ ഇടവകയുടെ വളർച്ച എന്ന് പറയുന്നത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് തിരുനാളിൻ്റെ കമ്മിറ്റി ഒരുമിച്ച് കൂട്ടി എല്ലാവരും സഹകരിച്ചു. എല്ലാവരെയും, ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഇടവക സെക്രട്ടറി ശ്രീ സാമുവൽ തോമസ് സാറ്, BCC കോർഡിനേറ്റർ ജോസഫ് ഫ്രാൻസിസ്, അതുപോലെ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ തന്നെയും ഞാൻ നേരിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുനാളിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ നേർച്ചകളൊക്കെ നമുക്ക് സംഘടിപ്പിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ അക്കൗണ്ടൻറ്റ് ജോയ് ജെ ജാജൻ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രിൻസ് സെബാസ്റ്റ്യൻ, വിക്ടോറിയ പോൾ, റാണി ബെഞ്ചമിൻ, അപ്പോൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രയത്നം ഈ തിരുനാളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉപദേശിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ജയൻ, കപ്പിയാർ ബെഞ്ചമിൻ, സാക്രിസ്റ്റ്യനായിട്ട് സാമുൽ സാറുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ്, പ്രത്യേകിച്ച് ഇവരുടെ ഒരു കൂട്ടായ്മയുള്ള ഒരു പ്രവർത്തനമാണ്. എന്നോട് ചേർന്ന് നിന്ന് ഇവർ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പരസ്പരം നമ്മൾ തമ്മിലുള്ള ഭിന്നതകളില്ല, ഇടർച്ചകളില്ല, വാക്കുതർക്കങ്ങളില്ല. എന്ത് പറഞ്ഞാലും അത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരു പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യൂണിറ്റ് ലീഡർമാർ സെൻറ്റ് തോമസ് ബീസ് പ്രിൻസ് സെബാസ്റ്റ്യൻ, അൽഫോൺസിൽ ടി ഫ്രാൻസിസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തന്നെ മറ്റ് ഭാരവാഹികൾ, ലിറ്റിൽ ഫ്ലവർ BCCയിലെ മഞ്ജു സുരേഷ്, സെൻറ്റ് ജൂഡ് ജോസഫ് ഫ്രാൻസിസ്, സെൻറ്റ് ജോർജിൽ സാമുവൽ തോമസ്, സെൻറ്റ് ജോസഫിലെ ഷിബു ഐസക്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. എല്ലാ ദിവസവും അതാത് ദിവ്യബലി നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും വൈദികർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകുകയും ചെയ്തു. അപ്പോൾ എല്ലാ BCC ലീഡേഴ്സിനെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളാണ് തിരുനാളിൻ്റെ വരികളും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ അവരെ പ്രത്യേകിച്ച് ഓർക്കുന്നു. ഫിനാൻസ് കമ്മിറ്റി ജോയ് ജെ ജാജൻ, വിക്ടോറിയ പൗൾ, റാണി ബെഞ്ചമിൻ, പ്രിൻസ് സെബാസ്റ്റ്യൻ, ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് എല്ലാ കാര്യങ്ങളിലും.
ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ്, നമ്മുടെ അൾത്താര അലങ്കാരം ചെയ്യുന്ന സിസ്റ്റർ ആൻമരിയ, സിസ്റ്റർ ലീമ, സിസ്റ്റർ റോസ്ലിൻ, ഈ 3 സിസ്റ്റേഴ്സും ഈ ദിവസങ്ങളിലൊക്കെ നമ്മോടൊപ്പം സഹായിക്കുവാനും സഹകരിക്കുവാനായിട്ടുണ്ടായിരുന്നു. അൾത്താരയിലെ പൂവലങ്കാരം നടത്തിയ പൂക്കൾ വച്ച് സഹായിച്ചത് ഫെമി, അലീന. അതോടൊപ്പം തന്നെ അൾത്താര ബാലകർ ആൽബി പ്രിൻസ്, അലൻ മാത്യു, അമൻ മാത്യു, ടോബി ജോർജ്, ആൽഫിൻ ജോസ്, യാഡ്സൺ, ജെബിൻസൺ, ഈ അൾത്താര ബാലകരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. വളരെ മനോഹരമായി 8 ദിവസവും കൊയർ അംഗങ്ങൾ വളരെ മനോഹരമായിട്ട് ഗാനങ്ങളൊക്കെ ആലപിച്ചു. അവർ ഒരുപാട് പ്രാക്ടീസ് നടത്തി. രാത്രി ഒരുപാട് താമസിച്ചിട്ടാണ് ഇവിടുന്ന് പ്രാക്ടീസൊക്കെ നടത്തി പോകുന്നത്. കൊയറുകളുടെ ലീഡർ പ്രിൻസ് സെബാസ്റ്റ്യൻ, നീത പ്രിൻസ്, അർച്ചന, ആൻമരിയ ബേസൽ, ടിൻസി ജോർജ്, രാഗ രജിത്ത് എന്നിവരെയും നന്ദിയോട് ഓർക്കുന്നു. അതോടൊപ്പം 2 ഓർഗണിസ്റ്റുമാർ, അതായത് അഭിനവ്, ആൽബി, ഇവർ 2 പേരുമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഓർഗൺ വായിച്ച് സഹായിച്ചത്. ഈ 2 പേരെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിരുനാൾ നേർച്ചയായി നടത്തിയവരുണ്ട്. 1-ാം ദിവസം ആൽബി അലക്സാണ്ടർ, 2-ാം ദിവസം അജോ യോഹന്നാൻ സാന്ദ്ര, 3-ാം ദിവസം അന്നമ്മ സ്റ്റീഫൻ മേരി ഫ്രാൻസിസ്, 4-ാം ദിവസം സിൻസൺ, 5-ാം ദിവസം എലിസബത്ത് ജോർജ് കുടുംബം, 6-ാം ദിവസം പവനാനുസ്മരണം ടി ജോസഫ്, ഗ്രേസി ജോസഫ്, മറിയക്കുട്ടി. ഇന്ന് സമാപന ദിവസം സജൻ പെരേര കുടുംബം. അപ്പോൾ ഈ കുടുംബങ്ങളാണ് പുണ്യാളൻ്റെ തിരുനാളിന് വേണ്ടി നേർച്ചയും സംഭാവനകളും നൽകി സഹായിച്ചവരെ. ഇവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേർച്ച സമർപ്പിച്ച അൾത്താര പൂക്കൾ സമർപ്പിച്ചത് വിനു വിൻസെൻ്റ്, ലീലാമ പ്രസാദ്, ജ്യോതി. വൈദികരുടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു വിശ്വാസി സാമ്പത്തികമായി സഹായിച്ചു. നോട്ടീസും പോസ്റ്ററും ആൻസി അലക്സാണ്ടർ, ട്രീസ ജാക്സൺ. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആൽബി അലക്സാണ്ടറാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. ഈ ഒരു 8 ദിവസത്തെയും ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത് ആൽബി അലക്സാണ്ടറാണ്. പ്രത്യേകിച്ച് ആൽബി അലക്സാണ്ടറിൻ്റെ കുടുംബത്തെയും പ്രത്യേകം അമിതം ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുനാൾ ക്രമീകരണങ്ങൾ നടത്തിയവരുണ്ട്. സഹായങ്ങൾ ചെയ്തവർ ഈ 6 യൂണിറ്റിലെയും അംഗങ്ങളുണ്ട്. മതബോധന, ലിറ്റിൽ വേ, KCYM കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ പുണ്യാളനെ ഇന്ന് പുറത്തെടുത്ത് വെച്ച് അലങ്കരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഫുഡിൻ്റെ ക്രമീകരണം നടത്തുന്ന പ്രിൻസ്, അതുപോലെ ജോയ് ജാജൻ, അവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ലീനിങ്, പ്രത്യേകിച്ച് ശ്രീ വിൽസൺ, പ്രത്യേകിച്ച് നന്ദിയോട് കൂടി ഓർക്കുകയാണ്. എപ്പോൾ തിരുനാളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസം വന്ന് പള്ളിയും പരിസരവും പുല്ലൊക്കെ വെട്ടിച്ചെത്തി സഹായിക്കുന്ന വ്യക്തി ശ്രീ വിൽസൺ. അതുപോലെ ശ്രീ ക്ലമൻ്റ്, ചില BCC അംഗങ്ങൾ കുറേ പേര് അതാത് ദിവസങ്ങളിലെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ വന്ന് ഇവിടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹോളൊക്കെ വൃത്തിയാക്കാനായിട്ട് സുനിൽ ലോബ ഉണ്ടായിരുന്നു. ഇവിടെ ഇവരെല്ലാവരെയും ഈ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സഹായത്തിന് വന്ന എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വൈദികരുടെ ഭക്ഷണം ക്രമീകരിക്കുവാനായിട്ടെടുത്ത റാണി സജൻ, അതുപോലെ വിക്ടോറിയ പോൾ, വത്സ, ട്രീസ ജാക്സൺ, അപ്പോൾ ഇവരെയും നന്ദിയോടെ, മഞ്ജു എന്നിവരെയൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുകയും അവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇപ്രാവശ്യം രഞ്ജു സൗണ്ട്സ് പേരയം, രഞ്ജു വളരെ നന്നായിട്ട് ഇപ്രാവശ്യത്തെ സൗണ്ട്സും അതുപോലെ തന്നെ ലൈറ്റുമൊക്കെ ക്രമീകരിച്ചു. മറ്റുള്ളവർക്ക് വളരെയധികം ആകാംക്ഷയോടുകൂടി കുറ്റം പറയാൻ ഇല്ലാത്ത രീതിയിൽ തന്നെ മാക്സിമം അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ അവർ പള്ളിയുടെ പരിസരവുമൊക്കെ വളരെ മനോഹരമാക്കി. രഞ്ജു സൗണ്ട്സ് രഞ്ജുവിനും അതോടൊപ്പം തന്നെ സഹായിച്ച പ്രിയ സഹോദരനും ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് ശ്രീ ജോയ് ജയജാജന് നമ്മൾ എല്ലാ ദിവസവും ഈ വീഡിയോ എടുക്കുകയും പോയിട്ടൊരു 3 മണിക്കൂറോളം വർക്ക് ചെയ്യുകയും ചെയ്തതിന് ശേഷം 12-1 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ പള്ളി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. വളരെയധികം സമയം അതിനു വേണ്ടി എടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ പ്രവാസികൾ, അതായത് നമ്മളുടെ പുറത്തായിരിക്കുന്നവർക്ക് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണണമെന്ന് അവർ ആഗ്രഹിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. ശ്രീ ജോയ് ജയജാജനും ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. തിരുനാളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഇടവക കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു.
ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമീകരണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അവരെയും ഓർക്കുകയും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. വരുന്ന ഞായറാഴ്ചത്തെ ദിവ്യബലിക്ക് നേതൃത്വം സെൻറ്റ് ജോർജ് PCC ആണ്. തിരുനാളിൻ്റെ അവസാന ദിനമായി ഇന്ന് ബലിയർപ്പിക്കുവാനായിട്ടും വചന പ്രഘോഷണത്തിനുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ക്ഷണിച്ചതിന് അജീഷച്ചനും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ജോസഫ് ഷാജി അച്ഛൻ്റെ സമയത്തെന്നാണ് ഓർമ്മ. ആ സമയത്ത് ഉള്ള പാലോട് പള്ളിയല്ല ഇപ്പോഴുള്ളത്. വന്നപ്പോൾ വളരെ ആകെ മുഖം മാറി വളരെ പ്രകാശമാനമായിട്ടുണ്ട്. വളരെയധികം നന്നായിട്ട് ചുറ്റുപാടും ക്രമീകരിച്ചിട്ടുണ്ട്. പേയാട് പള്ളിയിലുള്ള ഒരാൾ ഒരിക്കൽ ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറിയ ശേഷം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചായിരുന്നു. ഇത് പാലോട് സെൻറ്റ് ജോർജ് പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു മലങ്കര പള്ളി ആയിരിക്കും, ലത്തീൻ പള്ളിയാകാൻ സാധ്യതയില്ല എന്ന്. കാരണം അന്ന് കണ്ട പാലോട് പള്ളി അല്ല ഇന്ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നു. അജീഷ് അച്ഛനോട് ചേർന്ന് പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇടവക ജനം മുഴുവനും ഒന്നു ചേർന്നാണ് ഈ കാര്യം യാഥാർത്ഥ്യമാക്കിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അജീഷ് അച്ഛന് പ്രത്യേകം അഭിനന്ദനങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തതിന്, കാര്യങ്ങളെ ക്രമീകരിച്ചതിന്. അജീഷ് അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ നല്ലൊരു സുഹൃത്താണ്, കുഞ്ഞനുജനാണ്. ഇത്തിരി വായിക്കും, ഇത്തിരി എഴുതും, അങ്ങനെയൊക്കെയുള്ളൊരു അച്ഛനാണ്. അതുപോലെ നല്ല പ്രസംഗകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അച്ഛനോടുള്ള നാളുകളിലൊക്കെയും അച്ഛനോട് ചേർന്ന് നന്നായിട്ട് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏവരും ഒന്നിച്ച് പ്രയത്നിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാധിക്കുന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിലും വളരെ ഇടവകയോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആത്മീയമായിട്ട് വലിയ വളർച്ച, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ട് വലിയ ഉയർച്ച ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഇങ്ങനെയാണല്ലോ, ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണല്ലോ, ആദ്യം നീ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്ഥാനം എപ്പോഴും ദൈവത്തിന് നൽകുക എന്നുള്ളതാണ്. ബാക്കി ഒക്കെയും കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വചന പ്രഘോഷണത്തിലൊക്കെ കേട്ടത്, നമ്മൾ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രഘോഷകരായിട്ട് മാറണം. അപ്പോൾ സാക്ഷി നൽകുന്നവരായിട്ട് തീരണം. അപ്പോൾ എല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ്. അത്തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകളും നേരുകയാണ്. അച്ഛനും അതുപോലെ തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും ഒത്തിരി നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനം ശക്തമാകാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിന്റെ വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.